സ്ത്രീകളെ ക്ഷണിച്ചു വരുത്തി പോലീസ് അകമ്പടിയോടുകൂടി ശബരിമലയുടെ 18-ാം പടി കടത്തി കൊണ്ടുപോകുന്ന സ്ഥിതി വരെ ഉണ്ടായി. NSS അതുകൊണ്ട് അന്നത്തെ പിണറായി സർക്കാരിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചു. NSS ആ കാര്യത്തിൽ കോൺഗ്രസ് നിലപാടിനോടൊപ്പമായിരുന്നു. ഈ അയ്യപ്പ സംഗമം വർഷങ്ങൾക്ക് ശേഷം നടത്താൻ LDF സർക്കാർ തയ്യാറായതിൻ്റെ പിന്നെ രാഷ്ട്രീയ ദുഷ്ടബുദ്ധി എന്താണെന്നുള്ളത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. SNDP നവോത്ഥാന മുന്നണി ഉണ്ടായപ്പോൾ അതിൻ്റെ ചെയർമാനായി ശ്രീ പിണറായിയോടൊപ്പം നിന്ന ആളാണ്. NSSന് അവരുടെ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു. അതേസമയം വെള്ളാപ്പള്ളിയും നിലപാട് മാറ്റി അതിൽ പങ്കെടുത്തു. പിണറായി വിജയൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPM നിലപാട് മാറ്റിയോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. കോൺഗ്രസുമായി ആഭിമുഖ്യമുള്ള സംഘടനയെ അടർത്തിയെടുക്കുക എന്നത് CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ ലൈനാണ്. ഇനിയും കോൺഗ്രസ് നിലപാട് എന്താണ് എന്നുള്ളത് NSL തീരുമാനിക്കേണ്ടത്, NSS നിലപാട് സ്വീകരിക്കേണ്ടത് കോൺഗ്രസുമല്ല. നമസ്കാരം. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രസ്താവന ഏറെ വിവാദമായിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ വരെ ഉയർന്നിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നായർ സമുദായത്തെ ഒറ്റുകൊടുത്ത സുകുമാരൻ നായർക്ക് ആദരാഞ്ജലികൾ എന്നാണ് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ ഫ്ലെക്സിൽ പറയുന്നത്. എന്തായാലും അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. കോൺഗ്രസിന് വിശ്വാസ പ്രശ്നത്തിൽ ഉറച്ച നിലപാട് ഇല്ല എന്ന്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ശബരിമല ആചാരത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്, ആചാര സംരക്ഷണം. അതനുസരിച്ചാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാർ. സുപ്രീം കോടതി വിധി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വിധിക്ക് അനുകൂലമായി നിൽക്കുക എന്നുള്ളത് കടമയാണെങ്കിൽ പോലും മഹാപുരുഷം വരുന്ന ഹിന്ദു വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കണമെന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അന്ന് ആ നിലപാട് സ്വീകരിച്ചപ്പോൾ NSSും അതുപോലെ തന്നെ BJPയും ആ നിലപാടിൽ ഉറച്ചു നിന്നു. അതേസമയം അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് ഈ ആചാര സംരക്ഷണ കാര്യത്തിൽ കോൺഗ്രസ് നിലപാടിനെതിരായി പച്ചയായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അതുപോലെ തന്നെ അന്ന് പിണറായി സർക്കാർ എടുത്ത ഒരു നിലപാട് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി സ്ത്രീകളെ ക്ഷണിച്ചു വരുത്തി പോലീസ് അകമ്പടിയോടുകൂടി ശബരിമലയുടെ 18-ാം പടി കടത്തി കൊണ്ടുപോകുന്ന സ്ഥിതി വരെ ഉണ്ടായി. അന്ന് നാമജപ ഘോഷയാത്രയായി വന്ന സംഘടനയാണ് NSS ആ കാര്യത്തിൽ കോൺഗ്രസ് നിലപാടിനോടൊപ്പമായിരുന്നു. അല്ലാതെ കോൺഗ്രസ് നിലപാടും NSS നിലപാടും വേറിട്ടില്ല. ഇനിയും കോൺഗ്രസ് നിലപാട് എന്താണ് എന്നുള്ളത് NSL തീരുമാനിക്കേണ്ടത്, NSS നിലപാട് സ്വീകരിക്കേണ്ടത് കോൺഗ്രസുമല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാടും NSLൻ്റെ നിലപാടും ഒന്നായിരുന്നു. അന്ന് CPM നയിക്കുന്ന മുന്നണിയുടെ നിലപാട് ഈ പറയുന്ന ആചാര സംരക്ഷണത്തിന് എതിരാണെന്നും യുവതീ പ്രവേശനം അനുകൂലമാണെന്ന് മനസ്സിലാക്കി NSS കടുത്ത നിലപാട് സ്വീകരിച്ചു. NSS അതുകൊണ്ട് അന്നത്തെ പിണറായി സർക്കാരിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ വെള്ളാപ്പള്ളി നയിക്കുന്ന SNDP അങ്ങനെ ആയിരുന്നില്ല. SNDP നവോത്ഥാന മുന്നണി ഉണ്ടായപ്പോൾ അതിൻ്റെ ചെയർമാനായി ശ്രീ പിണറായിയോടൊപ്പം നിന്ന ആളാണ്. അന്ന് വനിതാ മതിൽ വരെ സംഘടിപ്പിച്ചപ്പോഴും അതിൽ പങ്കാളിയായ ആളുകളാണ് വെള്ളാപ്പള്ളി. അപ്പോൾ അന്ന് NSSൻ്റെ SNDPയുടെയും നിലപാടുകൾ വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം വർഷങ്ങൾക്ക് ശേഷം നടത്താൻ LDF സർക്കാർ തയ്യാറായതിൻ്റെ പിന്നെ രാഷ്ട്രീയ ദുഷ്ടബുദ്ധി എന്താണെന്നുള്ളത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അവർക്ക് ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അയ്യപ്പ സംഗമം നടക്കാൻ തീരുമാനിച്ചു. എല്ലാവരുടെയും സഹായം തീരുമാനിച്ചു. പക്ഷേ UDF ആകട്ടെ ഇത് LDFൻ്റെ കള്ളക്കളിയാണ്, ഇത് ആചാര സംരക്ഷണമൊന്നുമല്ല, അവർ നിലപാടിൽ നിന്ന് മാറിയിട്ടുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതിപക്ഷ നേതാവ് 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ 3 ചോദ്യങ്ങൾക്കും മറുപടി വന്നിട്ടില്ല. ഇപ്പോഴും അയ്യപ്പ സംഗമം നടന്നതിന് ശേഷവും തങ്ങളുടെ പഴയ നിലപാട് മാറിയിട്ടുണ്ടോ, സർക്കാർ സത്യവാങ്മൂലം തിരുത്തിയോ എന്ന കാര്യത്തിൽ ഉത്തരവില്ല. അപ്പോൾ സർക്കാർ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അയ്യപ്പ സംഗമത്തിൽ NSSൻ്റെ പ്രതിനിധി പങ്കെടുത്തു എന്ന് സത്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ്റെ കാറിലാണ് അയ്യപ്പ സംഗമത്തിൽ എത്തിയത്. അപ്പോൾ NSSന് അവരുടെ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു. അതേസമയം വെള്ളാപ്പള്ളിയും നിലപാട് മാറ്റി അതിൽ പങ്കെടുത്തു. പിണറായി വിജയൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPM നിലപാട് മാറ്റിയോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. യഥാർത്ഥത്തിൽ ആ ഭക്തി ഒരു കാപട്യമാണെന്നാണ് LDF കരുതുന്നത്. LDF അത് ശക്തമായി പറയുകയും ചെയ്യും. പക്ഷേ NSS എടുത്തിരിക്കുന്ന നിലപാടും
ഒരു നിലപാട് മാറ്റം ഉണ്ടായ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിലപാട് ശരിയായിരുന്നു, സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിനപ്പുറം അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള എം വി ഗോവിന്ദനോടുള്ള ചോദ്യത്തിന്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് മാറാത്തത് മാറ്റം മാത്രമാണ് എന്നാണ്. മാറാത്തത് മാറ്റം എന്നുള്ളത് ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് ലൈനാണ്. അത് താത്വികമായി പറയുന്നതാണ്. ഗോവിന്ദൻ മാഷ് ഇപ്പോഴും പ്രായോഗിക ജീവിതത്തിലല്ല, ഇപ്പോഴും സിദ്ധാന്തത്തിൻ്റെ അടിമയാണ്. അദ്ദേഹം സംസാരിക്കുമ്പോഴെല്ലാം കാലഹരണപ്പെട്ട സിദ്ധാന്തത്തിൻ്റെ തടവറയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹം ഇന്ന് പാർട്ടി സെക്രട്ടറി ആയ ശേഷം ഇപ്പോൾ സിദ്ധാന്തമൊക്കെ ഉരുവിടുന്നുണ്ടെങ്കിലും ആ സിദ്ധാന്തത്തിൽ നിന്ന് വളരെ അകലെയാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന സംഭവം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമാണ്. അതിനെക്കുറിച്ച് അവർ പ്രസംഗിക്കുമെങ്കിലും സ്റ്റഡി ക്ലാസ് എടുക്കുമെങ്കിലും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു കക്ഷിക്ക് ഭക്തിയാവാൻ പറ്റില്ല. മാത്രമല്ല, മതവിശ്വാസികൾ മാത്രമല്ല, ദൈവവിശ്വാസികൾക്കും എല്ലാ വിഭാഗത്തിലും പ്രാതിനിധ്യമുണ്ടെങ്കിലും CPM ഇത് ഇപ്പോഴും സംഘടനാപരം അനുവദിച്ചിട്ടില്ല. 2006 തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റിയും MM മോനായും, ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ നിന്നും MM മോനായി പെരുമ്പാവൂരിൽ നിന്നും ജയിച്ചു വന്ന MLA-മാരാണ്. അവർ ദൈവനാമം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്ന പാർട്ടി അവരോട് വിശദീകരണം ചോദിച്ചു. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇപ്പോഴും മതനിഷേധം അല്ലെങ്കിൽ ദൈവനിഷേധം അല്ലെങ്കിൽ മതവിശ്വാസം ഇല്ലാതെ കഴിയുന്ന ഒരു പാർട്ടി, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ ഭക്തരായി എന്നത് ഇപ്പോഴും നിശ്ചയമല്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നു പിണറായി വിജയൻ ഭക്തനാണെന്ന്. പക്ഷേ പിണറായി വിജയൻ അത് പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഒളിച്ചുകളി നടത്തുന്നു എന്നുള്ളതാണ് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തറവേലയായിട്ട് മാത്രമേ ഇതിനെ കണ്ടാൽ മതി. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ നിരവധി ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതായത് നായർ സമുദായത്തെ ഒറ്റുകൊടുത്ത ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ ആരുമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസിൻ്റെ ഈ ഫ്ലെക്സ് ബോർഡ് നടത്തിയ സ്ഥലങ്ങളെല്ലാം കരയോഗങ്ങളുടെ പേരിലാണ്. ആ കരയോഗങ്ങൾക്കുള്ളിലുള്ള പ്രതിഷേധമായിരിക്കാം. കരയോഗത്തിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ടല്ലോ. കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്, അതുപോലെ തന്നെ BJP-ക്കാരുണ്ട്. പണ്ട് CPM-കാരുണ്ടായിരുന്നില്ല. ഒരു കാലത്ത് NSS-ൽ പ്രാമുഖ്യം കോൺഗ്രസ്സിനായിരുന്നു. മന്നത്ത് പത്മനാഭൻ തന്നെ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അംഗമായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് മന്നത്ത് പത്മനാഭൻ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു. മാത്രമല്ല, വിമോചന സമരം നയിച്ചത് കോൺഗ്രസ്സിന് വേണ്ടി, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വിമോചന സമരം നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. 68-ലെ കോൺഗ്രസ്സിലെ ഭിന്നിപ്പിൽ കേരള കോൺഗ്രസ് പക്ഷത്തായിരുന്നു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു. അന്ന് മന്നത്ത് പത്മനാഭനോടൊപ്പം പോയത് R ബാലകൃഷ്ണപിള്ള, KR സരസ്വതി, നാരായണക്കുറുപ്പ് തുടങ്ങിയ നായന്മാർ മാത്രമാണ്. മഹാബലിഷം ക്രിസ്ത്യാനികളാണ് പോയത്. പക്ഷേ പിന്നീട് മന്നത്ത് പത്മനാഭൻ മരണത്തിന് മുമ്പ് തന്നെ തൻ്റെ നിലപാട് മാറ്റിയിരുന്നു. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിൽ നിന്നും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടർന്ന് NDP എന്ന സംഘടന രൂപീകരിച്ചെങ്കിലും NDP അന്നത്തെ കോൺഗ്രസ് മുന്നണിയിൽ അംഗമായി. പിന്നീട് ഒരു 10-20 വർഷക്കാലം NDP മുന്നണിയിൽ അംഗമാകുകയും NDP-യുടെ പ്രതിനിധികൾ MLA-മാരും മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നോമിനി എന്ന നിലയിലാണ് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്താണ് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിട്ട് പോയത്. കരുണാകരൻ്റെ ശുപാർശ പ്രകാരം. നാരായണ പണിക്കരും കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളുകളാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നിരുന്ന ആളുകളാണ്. അപ്പോൾ NSS എന്ന് പറയുന്നത് അല്ലെങ്കിൽ NDP തുടങ്ങിയവരെല്ലാം പരമ്പരാഗതമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതാണ്. SNDP അങ്ങനെ തന്നെയാണ്. TK മാധവൻ SNDP ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് വൈക്കം സത്യക്ക് നേതൃത്വം കൊടുത്തത്. അത് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. R ശങ്കർ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന R ശങ്കർ SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. PS കാർത്തികേയൻ, MK രാഘവൻ, ഇവരെല്ലാം കോൺഗ്രസ് നേതാക്കളായിരുന്നു. പിന്നീട് RSP വന്നപ്പോഴും SRP വന്നപ്പോഴും SRP കോൺഗ്രസിൻ്റെ മുന്നണിയിൽ മന്ത്രിമാരായി അല്ലെങ്കിൽ MLA-മാരായി. അപ്പോൾ ഈ രണ്ട് സംഘടനയും കോൺഗ്രസുമായി ആഭിമുഖ്യമുള്ള സംഘടനകളാണ്. പക്ഷേ കോൺഗ്രസുമായി ആഭിമുഖ്യമുള്ള സംഘടനയെ അടർത്തിയെടുക്കുക എന്നത് CPM-ൻ്റെ ഒരു പൊളിറ്റിക്കൽ ലൈനാണ്. അതായത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചതുകൊണ്ട് ഹിന്ദു വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ഈഴവ വോട്ടുകൾ നഷ്ടപ്പെട്ടു, നായർ വോട്ടുകൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അയ്യപ്പ സംഘത്തിലൂടെയോ എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചോ എങ്ങനെയെങ്കിലും ഹിന്ദു വോട്ടുകൾ സ്വീകരിക്കുക എന്ന നയമാണ്. 87-ൽ ഇതുപോലെ സമാനമായ ഒരു നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ട്. 87-ൽ മുല്ലയ്ക്കും മുക്രിക്കും പെൻഷൻ കൊടുത്തു. അല്ലെങ്കിൽ ആറാട്ടുകടവിൽ, ശംഖുമുഖത്തെ ആറാട്ടുകടവിൽ മാർപ്പാപ്പയ്ക്ക് വേദിയൊരുക്കി. അത് കരുണാകരൻ ഗവൺമെൻറ് മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും പ്രീണിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഹിന്ദു വികാരം ആളിക്കത്തിച്ചുകൊണ്ടാണ് അന്ന്
തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ ഹിന്ദു വോട്ടുകൾ മറിച്ചത്. അതിന് സമാനമായി ഹിന്ദു വോട്ട് സമാഹരിക്കാമെന്ന ഒരു വ്യാമോഹമാണിപ്പോൾ CPM-നുള്ളത്. 96-ൽ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലും ഇതുപോലെ തന്നെ NSSൻ്റെ ആസ്ഥാനത്ത് പോലീസുകാർ ബൂട്ട്സ് ഇട്ട് കയറി എന്നുള്ള പേരിൽ NSകാർക്കെതിരെ ഉള്ള വികാരം ആളിക്കത്തിച്ചത് CPM-ആണ്. ശിവഗിരി പ്രശ്നം AK ആൻ്റണി ഗവൺമെൻറ് ശിവഗിരിയിൽ പോയത് കോടതി നടപ്പിലാക്കാനാണ്. അവിടെ പോലീസ് അധികൃതർ നടത്തിയിട്ടില്ല. പക്ഷേ ശിവഗിരി തല്ലി തീർത്തത് പുറത്തുനിന്ന് പോയ ഗുണ്ടകളാണ്. ആ പ്രശ്നത്തിൻ്റെ പേരിൽ NSSനെയും SNDPയെയും കോൺഗ്രസിനോടൊപ്പം ഇരുന്ന രണ്ട് വിഭാഗത്തെ അടർത്തിയെടുത്ത് അതിൽ നിന്നുള്ള കുറേ ആളുകളെ മാറ്റിയെടുത്താണ് അന്ന് വിജയം നേടിയത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വേറെ ഉപാധികളൊന്നുമില്ല. ഭരണ നേട്ടങ്ങളെക്കുറിച്ചാണെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ സർക്കാർ പോയേ മതിയാകുമെന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തിരിച്ച് മൂന്നാം തവണയും ഗവൺമെൻറ് കിട്ടുന്നതിന് വേണ്ടി ഭൂരിപക്ഷ വികാരം ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള കുൽസിതന്ത്രമായി CPM ഇറങ്ങിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളി കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, കാരണം വെള്ളാപ്പള്ളിയുടെ കയ്യിൽ രണ്ട് ചൂണ്ടയുണ്ട്. ഒന്ന് BJPയുടെ ചൂണ്ടയാണ്, ഒന്ന് CPM-ൻ്റെ ചൂണ്ടയാണ്. അതിൽ ഏത് ചൂണ്ടയിൽ ആളെ കൊത്തുവോ നോക്കിയാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതേസമയം സുകുമാരൻ നായർ NSS ഈ പറയുന്ന വർഗീയ ചൂണ്ടയിൽ കൊത്തിയോ ഇല്ലയോ എന്ന് ഞാൻ പറയാറില്ലെങ്കിലും കൊത്തുക അല്ലെങ്കിൽ ആ കൊത്തിയെ വലിച്ചിട്ട് തിരയാക്കുക എന്നുള്ളതാണ് CPM-ൻ്റെ ദുഷ്ടബുദ്ധി. അതിൽ അദ്ദേഹം വീടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം.